ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നതേ ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വീഡിയോ എന്ന് വെച്ചാൽ, ഈ പോലീസുമാരുടെ ഒരു കഴിവുണ്ടല്ലോ, അതൊരു അപാരം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചെടുത്തേ പറ്റൂ. കാരണം മുൻപ് കഴിഞ്ഞ ഏതോ ക്രിമിനലിൻ്റെ വോയിസ് വെച്ച് അവർ പുതിയ ക്രിമിനലിൻ്റെ തെളിവെടുപ്പ്, എന്നിട്ട് അത് സൂട്ടാവും ചെയ്തു കൂട്ടാം. അതാണ് അതിൻ്റെ അത്ഭുതം, അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഒരു കഴിവ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. ഇനി നമ്മൾ ഈ മാളുകളിലൊക്കെ ബോംബ് ഭീഷണിയൊക്കെ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു വാർത്തയിലാണ് ഈ ലുലു മാളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും 75 ലക്ഷം രൂപ തരണമെന്നും ഫോണിലൂടെ ഒരു ഭീഷണി മുഴക്കിയ ആളെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം അങ്ങ് വട്ടം ചുറ്റി. ഈ സമയത്ത് ശബ്ദം കേട്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടിയ ഒരു പോലീസുകാരനുണ്ട്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്ന് നടന്ന കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ആ പോലീസുകാരൻ ആരെന്ന് കണ്ടുവരാം. ഇടുക്കി അടിമാലി സ്റ്റേഷൻ SHO ആയിട്ടുള്ള PR സന്തോഷ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണെന്ന് സംഭവിച്ചത്? ഞാൻ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞൊരു സമയമായിരുന്നു. 2013 സെപ്റ്റംബർ മാസമാണ് ഓണ കാലഘട്ടത്തിൽ. അന്നത്തെ ബഹുമാനപ്പെട്ട കമ്മീഷണറായിട്ടുള്ള ജെയിംസ് സാറ്, തൃക്കാക്കര AC സേവ്യർ സെബാസ്റ്റ്യൻ സാറും കൂടെ വിളിച്ചറിയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നേരിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഞങ്ങളൊരു സിറ്റിയിലെ ഒരു പ്ലട്ടൂൺ അടങ്ങുന്ന സ്ട്രെങ്തുള്ള ആൾക്കാരെ ചേർത്തുകൊണ്ടൊരു ടീമിനെ ഉണ്ടാക്കി ആ ടീമിനെ കളമശ്ശേരി കേന്ദ്രീകരിച്ച് അതിൻ്റെ ബ്രീഫിംഗ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ബ്രീഫിങ്ങിൽ ആദ്യത്തെ ഒരു കാര്യം, ഇയാളുടെ ഇത്ര നിരതാദ്രവ്യം ആവശ്യപ്പെട്ടുള്ള ഒരു വോയിസ് എല്ലാവരെയും കേൾപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ 2010 ഞാൻ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. അന്ന് കുന്നത്തുകളത്തിൽ ജുവലറി എന്ന് പറയുന്ന ഒരു ജുവലറിയിൽ ഗ്രാബ് ചെയ്തൊരു 7 കിലോ സ്വർണം റോബറി നടത്തിക്കൊണ്ട് പോയ ഒരു പ്രതിയെക്കുറിച്ച് ഓർമ്മ. അയാളെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. ഇവിടെ നിന്നൊരു 10 ദിവസം നമ്മുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. കസ്റ്റഡി എൻ്റെ ആയിരുന്നുകൊണ്ട് 10 ദിവസം അയാളോട് കൃത്യമായ ഒരു ഇൻട്രാക്ഷനുള്ള സമയം, ഇൻട്രോഗേഷന് എനിക്ക് കിട്ടിയത്. ഇയാളൊരു സൈക്കോളജിക്കൽ ക്രിമിനലാണെന്ന് തോന്നിയത് കൊണ്ടും പിന്നെ നമ്മുടെ ഗുരുക്കന്മാരുടെ ട്രെയിനിങ് സമയത്ത് പറയുമായിരുന്നു, പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലികളൊന്നും നമ്മൾ ക്രൈം ചെയ്യപ്പെടുന്ന ആളെ കൃത്യമായി അനലൈസ് ചെയ്യും. അവരുടെ മോഡസ് ഓപ്പറാണ്ടികൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതും മുൻകാലങ്ങളിൽ നടന്നുപോയ ക്രൈമുകളെ അനലൈസ് ചെയ്ത് വെക്കണം എന്നുള്ളതായിരുന്നു. ആ അർത്ഥത്തിൽ അതിനെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് ഇരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വിധത്തിൽ വന്നപ്പോഴാണ് അയാളുടെ ഡിമാൻഡിൽ തന്നെ ആ ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആ വോയിസ് ക്ലിപ്പിൽ തന്നെ ഒരു മോഡസ് ഓപ്പറാണ്ടി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരു ടീമംഗങ്ങൾ എന്നുള്ള നിലയിൽ അവിടുന്ന് യാത്ര തിരിച്ച് പാലിയേക്കര ടോള് എത്തുമ്പോൾ അയാൾ വീണ്ടും മുന്നോട്ട് പോകാൻ നിർദ്ദേശിക്കുകയും പാലക്കാട് ചെന്നതിന് ശേഷം പൊള്ളാച്ചി റൂട്ടിലേക്ക് പോകാൻ പറഞ്ഞ് രാത്രി 12 മണി അർദ്ധരാത്രി കഴിയുമ്പോഴാണ് പൊള്ളാച്ചിക്ക് ഇടയ്ക്കുള്ള ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഫീച്ചറുള്ള സ്ഥലം എത്തിയപ്പോഴത്തേക്ക് അതിൽ പണം ക്യാരി ചെയ്ത് പോകുന്ന ലുലുമാളിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള വാഹനം അവിടെ നിർത്തുവാൻ ആവശ്യപ്പെടുകയും അയാൾ നിശ്ചയിച്ച ഒരു സ്ഥലത്ത് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ പണം നിക്ഷേപിച്ചിട്ട് വളരെ പെട്ടെന്ന് വണ്ടിയെടുക്കാൻ അയാളുടെ അടുത്ത നിർദ്ദേശം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി റോഡരികിൽ ചെറിയ സ്മോളാമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ നിർദ്ദേശം അയാൾ വരികയാണെങ്കിൽ വെടിവെച്ച് വേണമെങ്കിലും നമുക്ക് അയാളെ കീഴ്പ്പെടുത്തുക എന്നുള്ള നിലയിലുള്ള നിർദ്ദേശം. പക്ഷേ നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ആയപ്പോഴും ആളെ കാണുന്നില്ല എന്നുള്ളത് വന്നപ്പോഴേക്ക് മെല്ലെ ആ പ്രദേശത്തേക്ക് ഇഴഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ആ ഒരു ബാഗ് നമ്മൾ അതിനകത്ത് വെച്ചിരുന്ന ഫേക്ക് കറൻസി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വലിയ സാഹചര്യം നമ്മൾ കണ്ടത്. അപ്പം നമ്മുടെ യാത്രയിൽ അയാളുടെ പ്രിപ്പറേഷൻ്റെ ആ യാത്രയിൽ എല്ലാം അയാൾ ഇട്ടിട്ട് പോയ ചില തെളിവുകളെ നമ്മൾ ആ സംഘാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അനലൈസ് ചെയ്തു. ഞാൻ ആദ്യം ശ്രവിച്ചിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉടമയും അതിൽ ഉടഞ്ഞിരിക്കുന്ന ഒരു മോഡസ് ഓപ്പറാണ്ടി, പിന്നീട് അയാൾ കളഞ്ഞിട്ട് പോയ വിവിധങ്ങളായ തെളിവുകളെല്ലാം ആ രാത്രിയിൽ തന്നെ ഞങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി സാർ ആ സമയത്തും ലൈവിലുണ്ടായിരുന്നത് എന്താണ് ഈ ഓപ്പറേഷൻ നടന്നു എന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ അയാളെ പിന്തുടരുകയും അയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുകയും അത് വളരെ സന്തോഷകരമായ ഒരു ടീമിൻ്റെ മുഴുവൻ വർക്കായിട്ട് മാറുകയും ചെയ്തത്. 16 വർഷം പിന്നിട്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തല തന്നെ പിന്നെയും ആഭ്യന്തരമന്ത്രിയായിട്ട് വരുന്നു. അദ്ദേഹം ഈ ഒരു കാര്യം ഓർത്തിരിക്കുന്നു. എന്ത് തോന്നുന്നു? അത് അദ്ദേഹം അന്ന് അർദ്ധരാത്രി ആയ സമയത്ത് പോലും ആ ഒരു ഓപ്പറേഷൻ എന്തായി എന്ന് ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്.
തുടർന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും അത് ഓർക്കുക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്കും ഈ പോലീസ് സേനാ അംഗങ്ങൾക്ക് മുഴുവൻ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശം വളരെ കൃത്യമാണ്. കൃത്യമായി ജോലി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അനുമോദിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശം അത് വളരെ സന്തോഷമായി മാറുകയാണ്. ഏതായാലും അപ്പോൾ അതാണ് പോലീസ് സേനയ്ക്ക് ആകെ മൊത്തത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അടിമാലി SHO ആയിട്ടുള്ള PR സന്തോഷ് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ടില്ലേ, അംഗീകരിച്ചു കൊടുക്കണം അല്ലേ? ഒരു ബിഗ് സല്യൂട്ട് ആ ടീമിനും ആ പോലീസുകാർക്കും എല്ലാവർക്കും അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ഇടുക കേട്ടോ. ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.